35ഓളം കലാകാരന്മാർക്ക് ഫോക്ക്ലാൻഡിന്റെ ആദരം. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. വിവിധ കേരളീയ കലാരൂപങ്ങളെയും കലാകാരന്മാരെയും സംരക്ഷിച്ച് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന പയ്യന്നൂർ ഫോക്ക്ലാൻഡിന്റെ 35ാം വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ചു. പയ്യന്നൂർ ഫോക്ക്ലാൻഡ് അങ്കണത്തിൽ ചെയർമാൻ ഡോക്ടർ വി ജയരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടി.ഐ. മധുസൂദനൻ MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഫോക്ക്ലാൻഡ് പലപ്പോഴും ശ്രീ ജയരാജ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത സമർപ്പണം കൂടി നടത്തിയിട്ടുള്ളൊരു മേഖലയാണ് ഈ മേഖല. ഓരോ ഘട്ടങ്ങളിലും ഇവിടെ വരുമ്പോഴെല്ലാം ഏറ്റെടുക്കുന്ന പരിപാടികളിലെ വൈവിധ്യം കൊണ്ടാണ് പലപ്പോഴും നമ്മളെല്ലാവരും അത്ഭുതപ്പെടുക. ഒരേ കാലഘട്ടത്തിലെ കലാരൂപങ്ങൾ എങ്ങനെയാണ് നാളെയിലേക്ക് കൈമാറാൻ പറ്റുക, ഈ ഒരു വലിയ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഫോക്ക്ലാൻഡ് സംഘടിപ്പിക്കുന്ന പരിപാടികളെല്ലാം. പുതിയ തലമുറയിലെ കുട്ടികൾ വളരെ വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന, വിശേഷിച്ചും കാസർഗോഡ് ജില്ലയുടെ വിദൂരമായിട്ടുള്ള പലയിടങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, അവർക്കൊക്കെയുള്ള സാധ്യതകളെന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നമ്മൾ ഈ പരിപാടിക്ക് വരുമ്പോഴാണ്, അവരെല്ലാം കാണുമ്പോഴാണ് എത്രമാത്രം അകലെ നിന്ന് എത്രമാത്രം താല്പര്യത്തോടു കൂടിയിട്ടാണ് ഈ കുട്ടികൾ ഇവിടെ വരുന്നതെന്ന്, എത്രമാത്രം ഉത്സാഹപൂർവമാണ് അവർക്ക് വിവിധങ്ങളായിട്ടുള്ള കലാ മേഖലകളിൽ പരിശീലനം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കുക. 35 വർഷത്തെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു മഹനീയമായിട്ടുള്ള കൂടിച്ചേരലാണ്. ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം 35 വർഷമായിട്ട് നമ്മളിലൂടെ ലോകം മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ വെളിച്ചം കൂടുതൽ പ്രശോഭിതമാവുന്ന നിലയിൽ കൊണ്ടുപോകാനുള്ള ചുമതലകളാണ് ഈ ഒരു 35ാം വാർഷികത്തിൻ്റെ സന്ദേശമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ ദീപത്തെ കൂടുതൽ ജ്വലനാത്മകമാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്ന ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ സദസ്സിലുള്ള എത്രയോ ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി അവരുടെ മുന്നിൽ ഒരാൾ എന്നുള്ള നിലയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 35ഓളം കലാകാരന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഉപഹാരം നൽകി ആദരിച്ചു. പത്മശ്രീ ഗുരു സദനം ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. 2 മാസം നീണ്ടു നിൽക്കുന്ന ചുമർ ചിത്ര പരിശീലന പരിപാടി ചിത്രചരിത്രകാരൻ KK മാരാർ ഉദ്ഘാടനം ചെയ്തു. എന്ത് പറയണമെന്നറിയില്ല. നമ്മുടെ ആചാര്യൻ പറഞ്ഞതുപോലെ, കഥകളി ആചാര്യൻ പറഞ്ഞതുപോലെ, വാക്കുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ. കാരണം 35 പേരുടെ ആദരവ് കഴിഞ്ഞപ്പോഴിനി ഒന്നും സംസാരിക്കാനില്ല എന്നുള്ളതാണ്. വളരെ വ്യത്യസ്തമായ കലാരൂപങ്ങളാണ്, അതിനെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇവിടെ വന്നത്. ഇന്ന് ശരിക്കു പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഔദ്യോഗികമായിട്ട് നമ്മളെ കലകളെ സംരക്ഷിക്കാനോ വളർത്താനോ ഉള്ള സ്ഥാപനങ്ങളുണ്ട്, സർക്കാരിൻ്റേതായിട്ട്, സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ളതായിട്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം ഒരു തരത്തിൽ അനൗപചാരികമായിട്ട് കേരളത്തിൻ്റെ കലാരൂപങ്ങളെ മാത്രമല്ല ഇന്ത്യയുടെ കലാരൂപങ്ങളെ പുറത്തെത്തിക്കുന്ന ഒരു അംബാസിഡർ സ്ഥാനമാണ് ശ്രീ ജയരാജനുള്ളത്. ചുമർ ചിത്രകാരൻ KR ബാബു, KV ശശിധരൻ നമ്പ്യാർ, PV ഹരീഷ്, TT കൃഷ്ണൻ, അനിൽ പുത്തലത്ത്, ഡോക്ടർ അനില സുനിൽ, MM ജിഷ, കരുവള്ളൂർ രത്നകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഉപഹാരം നൽകി ആദരം നൽകാൻ ആളുകളെ ത്രസിപ്പിക്കാൻ സാധിക്കുന്ന വലിയ ഫോക്ക്ലാൻഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതും ഇപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നതുമായ PP കുഞ്ഞികൃഷ്ണൻ, തമ്പായി അമ്മ, ചന്ദ്രിക, പുഷ്പ CK എന്നിവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. തുടർന്ന് പ്രസിദ്ധ നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദനൻ പുതുശ്ശേരിയുടെ നാടൻപാട്ട്, കുന്നോത്തുപറമ്പ് നാണിയും സംഘവും അവതരിപ്പിച്ച അരവ് പാട്ട്,
കല്യാണപ്പാട്ട്, നാട്ടുതനിമ, കുന്നോത്ത് പറമ്പും സംഘവും അവതരിപ്പിച്ച വനിതാ കോൽക്കളി എന്നിവയും വേദിയിൽ അരങ്ങേറി. വർഷ ഉണ്ണികൃഷ്ണൻ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.